കോഴിക്കോട് ചെറുവണ്ണൂരിൽ കാറിൽ ഗർഭിണി പൊള്ളലേറ്റ് മരിച്ച സംഭവത്തിൽ സംശയങ്ങളുമായി പോലീസ്. കന്നാസിൽ പെട്രോൾ വാങ്ങുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ സോന തന്നെ മനഃപൂർവ്വം കത്തിച്ചതാണോ എന്ന സംശയത്തിലാണ് പോലീസ് ഉള്ളത്. എന്നാൽ പെട്രോൾ വാങ്ങിയത് ഭർത്താവ് രജിൻലാൽ പറഞ്ഞിട്ടാകുമെന്നും അതല്ലാതെ തനിയെ പമ്പിൽ പോയി പെട്രോൾ വാങ്ങേണ്ട കാര്യമില്ലെന്നും സോനയുടെ കുടുംബം ആരോപിച്ചു. അന്വേഷണം അട്ടിമറിക്കപ്പെടുന്നുണ്ടോ എന്ന് സംശയിക്കുന്നുവെന്ന് സോനയുടെ അമ്മാവൻ പറഞ്ഞു. അട്ടിമറിക്കുമെന്നുള്ളത് എന്നാലൊരു ചെറിയൊരു എന്തോ ഒരു ഇത് നടന്നിട്ടുണ്ടെന്നുള്ള തോന്നലാണ്. അത് വാങ്ങിയുണ്ടോ എന്നുള്ളത് അറിയാനാവില്ല. ഈ വീട്ടിൽ ഇവൾ അമ്മ, എൻ്റെ പെങ്ങളെ അമ്മ മാത്രമല്ല, വേറെ ആരുമില്ല സഹായത്തിന്. ഒരു ചെറിയ വീടാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും വീട്. സാമ്പത്തികപരമായിട്ടൊന്നും ഒരു കഴിവുമില്ല. കാരണം അവർക്കാണെങ്കിൽ സാമ്പത്തികപരമായിട്ട് എന്തും ചെയ്യാനുള്ള കഴിവ് ഒരുക്കുണ്ട്. ഇത് അട്ടിമറിക്കാൻ എന്തിനും കഴിവ് ഒരുക്കുണ്ട്. അഞ്ജന സുകുമാരൻ വിവരങ്ങളുമായുണ്ട്. അഞ്ജന, നമ്മളെയൊക്കെ വേദനിപ്പിച്ച ഒരു സംഭവമാണ്. ഇതിൽ വല്ലാത്ത ഒരു ട്വിസ്റ്റാണ് സംഭവിക്കുന്നതെന്ന് തോന്നുന്നു. പോലീസ് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള കടുത്ത ശ്രമത്തിലുമാണ് എന്നാണ് കരുതുന്നത്. സോന തന്നെ ഇന്ധനം വാങ്ങുകയായിരുന്നു എന്ന് പറയുന്നു. അത് ഭർത്താവിൻ്റെ നിർബന്ധത്തെ തുടർന്ന് പോയി വാങ്ങേണ്ടി വന്നതാണോ തുടങ്ങിയ കാര്യങ്ങളാണ് അന്വേഷിക്കുന്നത്. അവസാന മൊഴിയിലും രജിൻലാൽ എന്തോ ഒന്ന് പറയുകയും ചെയ്തിരുന്നു ഇത്തരത്തിലൊരു അപകടവുമായി ബന്ധപ്പെട്ടും. അതിനെ തുടർന്നായിരിക്കണം പോലീസ് ഈ ഒരു അന്വേഷണത്തിലേക്ക് കടന്നത് എന്നും കരുതാമോ? അതെ മോത്തി, ആദ്യ ദിവസം മുതൽക്ക് തന്നെ ഏറെ ദുരൂഹതകൾ അവശേഷിപ്പിച്ചൊരു കേസായിരുന്നു ഇത്. ആ ദുരൂഹതകളൊക്കെ മറന്നേൽക്കുന്ന തരത്തിലാണ് ഇന്നലെ നിർണായകമായ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചത്. അത് ചെറുവണ്ണൂരുള്ള പെട്രോൾ പമ്പിൽ നിന്ന് സോന, അത് ഈ അപകടമുണ്ടായ ദിവസം 7:30 സോന നടന്നുപോയി ഒരു കന്നാസിൽ പെട്രോൾ വാങ്ങി അത് ബാഗിലാക്കി തിരിച്ചു പോകുന്ന CCTV ദൃശ്യങ്ങളായിരുന്നു. അതാണ് ഇന്നലെ നിർണായകമായി മാറിയത്. പക്ഷേ ആ CCTV ദൃശ്യങ്ങൾ കാണുന്ന കാര്യങ്ങൾ പോലീസ് സോനയുടെ കുടുംബത്തെ, അമ്മാവനെയും അമ്മയെയും കാണിച്ചിരുന്നു സോന തന്നെയാണ് എന്നവർ തിരിച്ചറിയുകയും ചെയ്തു. പക്ഷെ അവർ പറയുന്നത് അത് സോനയ്ക്ക് തനിയെ അല്ലെങ്കിൽ സ്വന്തം ആവശ്യപ്രകാരം പോയി പെട്രോൾ വാങ്ങേണ്ട കാര്യമില്ല. അതൊരു പക്ഷേ രജിൻലാൽ പറഞ്ഞിട്ടായിരിക്കാം സോന അത്തരത്തിൽ പെട്രോൾ പമ്പിൽ പോയി പെട്രോൾ വാങ്ങിയത് എന്നുള്ളതാണ്. അത് എന്തിനു വാങ്ങി, അതെന്തിന് രജിൻലാൽ അങ്ങനെ സോനയെ ചുമതലപ്പെടുത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം എന്നുള്ളതാണ് സോനയുടെ കുടുംബം പറയുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോഴും അവർ പറയുന്നത് ഒരു പക്ഷേ രജിൻലാൽ തന്നെയായിരിക്കാം ഇത്തരത്തിലൊരു കൃത്യം ചെയ്തത് എന്നുള്ള ആരോപണമാണ് സോനയുടെ കുടുംബം ഉന്നയിക്കുന്നത്. കാരണം ഇവർ ഏറെക്കാലമായി ഒരുപാട് പ്രശ്നങ്ങൾ ഇവരുടെ കുടുംബ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. രണ്ടുപേരും പ്രണയിച്ച് വിവാഹം കഴിച്ചവർ തന്നെയാണ്. പക്ഷേ ഈ പ്രണയിച്ച സമയത്ത് രജിൻലാൽ പ്രണയത്തിൽ നിന്നും മാറി നിൽക്കുകയും മറ്റൊരു വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുകയും ചെയ്തിരുന്നു. ആ സമയത്ത് സോന ട്രെയിന് മുന്നിൽ ചാടി ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു. പിന്നീട് അത് പോലീസ് കേസ് ആവുകയും ചെയ്തു. പേരാമ്പ്ര സ്റ്റേഷനിൽ അന്ന് രജിൻലാലിനെതിരെ ഒരു പരാതി നൽകിയിരുന്നു. ആ പരാതിക്ക് പിന്നീട് അത് ഒത്തുതീർപ്പാക്കിക്കൊണ്ടാണ് ഇരുവരും വിവാഹം കഴിക്കുന്നതൊക്കെ. അപ്പോൾ വിവാഹത്തിന് ശേഷവും രണ്ടുപേരുടെയും ഇടയിൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. സോനയെ നിരന്തരം മാനസികമായും അതോടൊപ്പം തന്നെ ശാരീരികമായും രജിൻലാൽ പീഡിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. പലതവണ സോന തന്നെ അടുത്ത ബന്ധുവിനോട്, അതായത് അമ്മയുടെ സഹോദരിയുടെ മകൾ അശ്വതിയോട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല രജിൻലാലിന് മറ്റൊരു ബന്ധമുണ്ടായിരുന്നു. അത് സോന തിരിച്ചറിഞ്ഞിരുന്നു. അത് ഈ സംഭവ ദിവസം തന്നെ ഈ അശ്വതിയുമായി സോന പങ്കുവച്ചിരുന്നു. അതിന് പിന്നാലെയാണ് രണ്ടുപേരും വീട്ടിൽ നിന്ന്, സംഭവ ദിവസം സോന പോകുന്നത് അശ്വതിയുടെ വീട്ടിൽ നിന്നാണ്. രണ്ടുപേരും ചില സാധനങ്ങൾ വാങ്ങാനായി പുറത്തേക്ക് പോവുകയായിരുന്നു. അതിനിടയിലാണ് ഈ ദൃശ്യത്തിൽ കാണുന്നത് പോലെ സോന പെട്രോൾ വാങ്ങുകയും അത് ബാഗിൽ കരുതുകയും ചെയ്തിരിക്കുന്നത്. ആ ദൃശ്യത്തിൽ കാണുന്നത് പോലെ തന്നെ സോന ഈ കന്നാസിൽ പെട്രോൾ വാങ്ങി അത് ബാഗിലേക്ക് വെക്കുന്നുണ്ട്. ഈ ബാഗിന്റെ അവശിഷ്ടങ്ങൾ ഉൾപ്പെടെ ഈ കത്തിയ കാറിന്റെ പുറകു സീറ്റിൽ നിന്നും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. സോനയുടെ ശരീരത്തിൽ ഉൾപ്പെടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പെട്രോളിന്റെ സാന്നിധ്യവും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും പെട്രോൾ വഴി തന്നെയാണ് ഈ കാറ് കത്തിയത് എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് പോലീസ്. കാരണം മറ്റൊരു ഷോർട്ട് സർക്യൂട്ടോ ഒന്നും തന്നെ അവിടെ ഉണ്ടായിട്ടില്ല എന്ന് തെളിയിക്കുന്ന കാര്യങ്ങളൊക്കെ ഫോറൻസിക് ആയാലും പോലീസിനെ കൈമാറിയിട്ടുണ്ട്. അപ്പോൾ പെട്രോൾ പൊട്ടിത്തെറിച്ചുകൊണ്ടുള്ള അപകടമാണ് കാറിൽ ഉണ്ടായിരിക്കുന്നത്. സോന തന്നെയാണ് ഈ പെട്രോൾ ഈ ക്യാൻ അവിടെ വെച്ചത് എന്നുള്ളതിലാണ് ഇതിനൊരു വ്യക്തത വരേണ്ടത്. സോന സ്വയം ഇതിന് തീ കൊളുത്തുകയായിരുന്നു എന്നത് സംബന്ധിച്ചുള്ള ഒരു അന്വേഷണം കൂടെ ഇപ്പോൾ പോലീസ് നടത്തുന്നുണ്ട്. ഏതായാലും ഈ രണ്ട് കുടുംബങ്ങളെയും, രജിൻലാലിന്റെ കുടുംബത്തെയും ഒപ്പം തന്നെ സോനയുടെ കുടുംബത്തെയും ചോദ്യം ചെയ്യാൻ കടക്കുകയാണ് പോലീസ്. ഒപ്പം മറ്റ് CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിലാണ് ഇനി പോലീസ് കടക്കുന്നത്. ശരി.